ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫോണുകളിൽ നമ്മളെപ്പോഴും ഇതുപോലൊരു ഓപ്ഷൻ ഉണ്ടാകും, ഡാർക്ക് മോഡ്. ഈ ഡാർക്ക് മോഡ് പലരും ഉപയോഗിക്കാറില്ല. നമ്മളിൽ പല ആളുകളും 10 മണിക്കൂറിന് മുകളിലെങ്കിലും ഒരു ദിവസം മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും. മൊബൈൽ ഫോണിന് ഡാർക്ക് മോഡിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് ദോഷത്തേക്കാൾ കൂടുതൽ ഗുണങ്ങളാണ്. അത് ഫോണിൻ്റെ ലൈഫിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലും. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. അതുപോലെ ഡാർക്ക് മോഡ് നമുക്ക് എങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാം. ഡാർക്ക് മോഡ്, ഈ ഒരു ഡാർക്ക് മോഡ് ഓൺ ചെയ്തു എന്നോർത്തുകൊണ്ട് ഡാർക്ക് മോഡ് ആകുന്നില്ല. നിങ്ങൾക്ക് അറിയാം, ഇവിടെ നമ്മൾ ലൈറ്റ് മോഡിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിലാണോ വരുന്നതെന്നും ഡാർക്ക് മോഡിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് വരുന്നതെന്നും നിങ്ങൾക്കറിയാം. ഈ ലൈറ്റ് മോഡിൽ നമ്മൾ ഉപയോഗിച്ചാലും ഡാർക്ക് മോഡിൽ ഉപയോഗിച്ചാലും ഇതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനെന്തൊക്കെ ഗുണങ്ങളാണുള്ളത്, അതുപോലെ ഈ ഒരു ഡാർക്ക് മോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഫോണിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട് എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒന്നാമതായിട്ട് ഈ ഡാർക്ക് മോഡ് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, ഡാർക്ക് മോഡ് നിങ്ങൾക്കറിയാം, ഫോണിൻ്റെ ഡിസ്പ്ലേയിലുള്ള മറ്റെല്ലാ കാര്യങ്ങളും ഒരു 90% അല്ലെങ്കിൽ 80% വരുന്ന ഏരിയകൾ മുഴുവൻ ഡാർക്കായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണിന് നല്ല രീതിയിലുള്ള സ്ട്രെയിൻ വരുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് പറ്റും. കണ്ണ് ശരിക്കും നമ്മൾക്ക് ഈ ഒരു ലൈറ്റ് മോഡിലിട്ട് നല്ല രീതിയിൽ കണ്ണിന് സ്ട്രെയിൻ ചെയ്യും. കണ്ണ് നമ്മൾ കൂടുതൽ സമയങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കണ്ണിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് സൺലൈറ്റിൽ വളരെ സിമ്പിളായിട്ട് ഡാർക്ക് മോഡിൽ ഉപയോഗിക്കാൻ പറ്റും. ലൈറ്റ് മോഡിൽ കാണുന്ന കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് ഡിസ്പ്ലേ കണ്ടുകൊണ്ട് ഈ ഒരു ഡാർക്ക് മോഡിൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ണിൻ്റെ ആയാസക്കുറവ് നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. അതുപോലെ നീലയും വെള്ളയും നിറഞ്ഞ കളറാണ് സാധാരണ നമുക്ക് ഈ ഒരു ലൈറ്റ് മോഡുകളിൽ വരുന്നത്. ലൈറ്റ് മോഡുകളിൽ സാധാരണ നീലയും വെള്ളയും കലർന്ന കളറുകൾ വരുന്നതുകൊണ്ട് നമുക്കത് വേണമെങ്കിൽ ഗ്രീനിലോട്ടൊക്കെ മാറ്റാൻ കേട്ടോ. അതിനുള്ള ഓപ്ഷൻ നമുക്ക് കളറിനകത്തുണ്ട്. കൂടുതലും ആളുകളിൽ നീല കളറായിരിക്കും വരുന്നത്, നീലയും വെള്ളയും. അത് നമ്മുടെ ഉറക്കത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി വരുന്ന ഒരു ഹോർമോണുണ്ട്, മെൽട്ടൺ എന്ന് പറയുന്ന ഹോർമോണാണ്. അത് നമുക്ക് വളരെയധികം കുറഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ഉറങ്ങാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് കൂടുതലാണ്. കണ്ണിന് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഉറക്കക്കുറവുകൾ ഉണ്ടാകാനായിട്ട് ചാൻസ് കൂടുതലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വായന ഏറ്റവും കൂടുതൽ ഇത് കണ്ടോ. ഇപ്പം ഡാർക്ക് മോഡിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ എല്ലാം നമുക്ക് വ്യൂ ചെയ്യാനായിട്ടും വായിക്കാനായിട്ടും ഒക്കെ സാധിക്കും. ഡിസ്പ്ലേയിലുള്ള കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ ഇത് വ്യക്തമായിട്ട് വായിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കണ്ണിന് പ്രശ്നമില്ലാത്ത രീതിയിൽ വായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു ഒന്നാമത്തെ പോയിൻ്റാണ്. രണ്ടാമത്തെ പോയിൻ്റ്, ഇതുവഴിയായിട്ട് നമുക്ക് അധികമായി ബാറ്ററി നഷ്ടപ്പെടുന്നു. ബാറ്ററി നമുക്ക് ഏകദേശം 60%-ഓളമെങ്കിലും നമുക്ക് സേവ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഡാർക്ക് മോഡിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം 100% ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 40 അല്ലെങ്കിൽ 50% ചാർജിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കാരണം ഡാർക്ക് മോഡിൽ ഒരു 60%-എങ്കിലും നമുക്ക് സേവിങ്സ് ഉണ്ടാവും. ഫോണിന് ലൈഫ് കൂടുതൽ കിട്ടും. കാരണം ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പിക്സലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയുന്നത് മെഗാ പിക്സൽ നമുക്ക് പറയുന്നത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പിക്സൽ എന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ ബാക്ക് ലൈറ്റുകളെയാണ് പിക്സലുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ലൈറ്റ് മോഡ് ഉപയോഗിക്കുമ്പോൾ മുഴുവൻ ലൈറ്റുകളും വർക്ക് ചെയ്യുന്നു. ഇപ്പം ഡാർക്ക് മോഡിലായതുകൊണ്ട് നമുക്ക് അറിയാം, ഈ ഒരു ലൈറ്റ് മോഡിൽ കംപ്ലീറ്റ് ഏകദേശം 90% ഈ ഒരു ബ്രൈറ്റൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ബാക്കിലുള്ള മുഴുവൻ ലൈറ്റുകളും ഓണായിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഡാർക്ക് മോഡിലിടുമ്പോൾ നമുക്ക് ഏത് ആപ്ലിക്കേഷനാണോ അല്ലെങ്കിൽ നമുക്കുള്ള ഐക്കൺസ് ഏതാണോ ഐക്കൺ മാത്രം നമ്മൾ കൊടുത്തിരിക്കുന്ന കളറിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രം വൈറ്റ് വരുന്നു. അതുകൊണ്ട് തന്നെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ലൈറ്റുകൾ കുറച്ച് മാത്രം വർക്ക് ചെയ്യേണ്ടി വരുന്നു. അതിന് പിക്സൽ ലൈറ്റുകൾ എന്നാണ് പറയുന്നത്. പിക്സൽ ലൈറ്റുകൾ വളരെ കുറച്ച് മാത്രം. അങ്ങനെ നമുക്ക് ഫോണിൻ്റെ ലൈഫ് മാക്സിമം കൂട്ടാനായിട്ട് സാധിക്കും. മൂന്നാമതുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സർ കൂടുതലായിട്ട് വർക്ക് ചെയ്യണം. ഈ ലൈറ്റ് ഉപയോഗിക്കാനായിട്ട് പ്രോസസ്സർ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്രോസസ്സറിന് ഭാരം കൂടുതലായിട്ട് അമിതമായിട്ട് വരും. അതുകൊണ്ട് നമ്മുടെ ഫോണിന് കൂടുതലായിട്ട് ഈ പ്രോസസ്സർ വർക്ക് ചെയ്യാനായിട്ടും ഒക്കെയുള്ള ആ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് കൂടുതലാണ്. പിന്നെ ഓവർ ഹീറ്റ് ഉണ്ടാകാനായിട്ട്
ചാൻസ് കൂടുതലാണ് നമ്മൾ ഡാർക്ക് മോഡിൽ അല്ല വൈറ്റ് മോഡിൽ ഉപയോഗിക്കുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് പിക്സൽ ലൈറ്റുകൾ ബാക്കിൽ ഓവറായിട്ട് ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലായിട്ട് വർക്ക് ചെയ്യും. നമുക്കത് ശരിയായ രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. നിങ്ങൾക്ക് ഫോണിൽ തീർച്ചയായിട്ടും ഈ 3 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടും നിങ്ങൾ ഈ ഒരു ഡാർക്ക് മോഡിൽ എല്ലാം കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ. ഈ ഒരു ഡാർക്ക് മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെറ്റിങ്സ് ഭാഗങ്ങൾ മാത്രമാണ് ഡാർക്ക് ആകുന്നുള്ളൂ. ബാക്കി ഫോണിൻ്റെ ഭാഗങ്ങളൊന്നും ഡാർക്ക് ആകുന്നില്ല. നമ്മൾ സെറ്റിങ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല. സെറ്റിങ്സ് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നുമില്ല. ഈ ഡാർക്ക് മോഡൽ ആക്കിയാൽ ഇപ്പം ഞാൻ വൈറ്റ് മോഡിലോട്ട് മാറ്റി ലൈറ്റ് മോഡിലോട്ട് മാറ്റിയിട്ട് നമുക്കറിയാം ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്താൽ ഇവിടെ ഡാർക്ക് മോഡാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്താലും ഇവിടെ ഡാർക്ക് മോഡാണ്. എൻ്റെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്താലും ഡാർക്ക് മോഡാണ്. കാരണം ഞാൻ എൻ്റെ ഫോണിൽ ഉപയോഗിക്കുന്ന മുഴുവൻ ഡാർക്ക് മോഡിലാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഡാർക്ക് മോഡിൽ ഉപയോഗിച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേയിൽ ഉപയോഗിക്കുന്ന പിക്ചർ പോലും ഡാർക്കായിട്ടുള്ള പിക്ചറുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ബാറ്ററി ലൈഫ് നന്നായിട്ട് നിലനിർത്താനായിട്ടും ഫോണിൻ്റെ പെർഫോമൻസ് നന്നായിട്ട് വർദ്ധിപ്പിക്കാനായിട്ടും പ്രോസസ്സർ നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ടും കൂടുതൽ ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടാനായിട്ടും നമ്മുടെ കണ്ണിൻ്റെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കണ്ണിൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ ഉറക്കക്കുറവുകളെല്ലാം നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. OLED MOLED പോലുള്ള ഡിസ്പ്ലേകളിൽ നന്നായിട്ട് തന്നെ ഈ ഒരു പിക്സൽ ലൈറ്റുകൾ വർക്ക് ചെയ്യും. അപ്പം നമുക്ക് LED ഉപയോഗിക്കുന്നവർക്ക് ഇത് മൂന്നാമത് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്, 1-2 കാര്യങ്ങളാണ് പ്രശ്നങ്ങൾ വരുന്നുള്ളെങ്കിലും OLED അതുപോലെ തന്നെ MOLED പോലുള്ള ഫോണുകൾ ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും ഡാർക്ക് മോഡിൽ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ഡാർക്ക് മോഡ് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളിപ്പോൾ ജസ്റ്റ് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൻ്റെ സെറ്റിങ്സിനകത്ത് നമുക്ക് ഡാർക്ക് മോഡ് ആക്കാനായിട്ട് സാധിക്കും. എല്ലാ ആപ്ലിക്കേഷനിലും ഡാർക്ക് മോഡുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡാർക്ക് മോഡ് സെർച്ച് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മോഡിൽ ഡാർക്ക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഡാർക്ക് മോഡ് കിട്ടും. ഇതുണ്ടോ ഡാർക്ക് ഇവിടെ ഡാർക്ക് മോഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഡിഫാൾട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ഓഫ് ഉണ്ട്, ഓൺ ഉണ്ട്. ഞാനിവിടെ ഡാർക്ക് മോഡ് ഓഫ് ചെയ്തേക്കാണ്, അല്ല ഓൺ ചെയ്തേക്കാണ്. ഇവിടെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ ഒരു ലൈറ്റ് കളറിലായിരിക്കും വരുന്നത്. ഡാർക്ക് മോഡ് നമ്മളെപ്പോഴും ഓൺ ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് മോഡ് ഓൺ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ആ ഒരു ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി ഡാർക്ക് മോഡ് ഇവിടെ ഓൺ ചെയ്യുവാണ്. ഇതുപോലെ നിങ്ങൾ ഓരോ ആപ്ലിക്കേഷനിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനിൽ വാട്സപ്പിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ ഇൻസ്റ്റയിലായിക്കോട്ടെ എല്ലാം ഡാർക്ക് മോഡ് നിങ്ങൾക്ക് ഇതുപോലെ ഉപയോഗിക്കുന്നുണ്ടോ. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിലാണെങ്കിലും ഡാർക്ക് മോഡിൽ തന്നെയാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. എല്ലാ ആപ്ലിക്കേഷനിലും ഇതുപോലെ ഉണ്ടോ. യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഇതും ഡാർക്കിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഉപയോഗിക്കുന്നത് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള ആപ്ലിക്കേഷനാണ്. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനെല്ലാം നമ്മൾ ഇതുപോലെ ഡാർക്ക് മോഡിലോട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്കിങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പരിഹാരമാകും. പ്രോസസ്സറിന് വരുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പിക്സൽ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ബാറ്ററി ലൈഫ്, അതുപോലെ തന്നെ നമുക്ക് കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്ക് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാനായിട്ട് വരും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സെറ്റിങ്സ് ചെയ്ത് ഡാർക്കിൽ ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ ബാറ്ററി ഏകദേശം ഒരു 60% എങ്കിലും നിങ്ങൾക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും ഈ ഒരു സെറ്റിങ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ. നോട്ടിഫിക്കേഷൻ എന്നെ വിളിച്ച് നോക്കുക. മറ്റു നല്ല എപ്പിസോഡുകൾ കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ, സീ യു.